സ്വന്തം അമ്മ മക്കൾക്കെതിരെ മാന്ത്രികം ചെയ്യുന്ന കഥ കേട്ടണ്ട ഉണ്ട്. അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. 3 കുട്ടികളാണ് അവർക്ക്. ഫാമിലി അവർ വിദേശരാജ്യത്തായിരുന്നു ഉണ്ടായിരുന്നത്. പുറത്തുനിന്ന് വന്ന് നാട്ടിലിപ്പോൾ സെറ്റിലായിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ മൂത്ത ആൾ ഡോക്ടറാണ്, രണ്ടാമത്തെ ആൾ ഡോക്ടറാണ്, മൂന്നാമത്തെ ആളും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആസം പറഞ്ഞാൽ ഒന്ന് പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ആ കുട്ടി ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്, അത് ഡിവോഴ്സായി. ഒരു മൂത്ത മകൻ കല്യാണം കഴിഞ്ഞു, അത് ഡിവോഴ്സായി, അതിന് കുട്ടിയുണ്ട്. പിന്നെ അത് വീണ്ടും കല്യാണം കഴിച്ചു, അതും ഫെയിലിയറായി. പിന്നെ രണ്ടാമതിൻ്റെ ഇടയിലുള്ള ഒരാളുണ്ട്, അയാൾ ഡോക്ടറാണ്. അയാളും ഈ രണ്ടുപേരുടെ അനുഭവം കണ്ടപ്പോൾ അയാൾക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ നമുക്ക് പറയാം ഇവരുടെ പാസ്റ്റ് ലൈഫ് കർമ്മമായിരിക്കാം, കുടുംബത്തിൻ്റെ ദുരിതമായിരിക്കാം, ശാപങ്ങളായിരിക്കാം എന്നൊക്കെ വേണമെങ്കിൽ പലതും പറയാം. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീ ഉണ്ടല്ലോ, ഇവരുടെ അമ്മയുടെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഈ എവിടെയൊക്കെ ആൾക്കാരുണ്ടോ അവരുടെ എല്ലാ സ്ഥലങ്ങളിലും പോകും. അവിടെ പോയിട്ട് മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യലാണ് അയാളുടെ മെയിൻ പരിപാടി. അപ്പോൾ എന്തിനാണ് മാന്ത്രികം ചെയ്യുന്നുള്ള ഏറ്റവും വലിയ നമ്മൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് മാന്ത്രികം ചെയ്യണമല്ലേ? 3 പേരും നല്ല നിലയിലേക്ക് അവർ പഠിപ്പിച്ചവർ നല്ല നിലയിലേക്ക് ആക്കി. പക്ഷേ അവരുടെ മുകളിൽ ഇങ്ങനെ കൺട്രോൾ കിട്ടാൻ വേണ്ടി, പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് മാന്ത്രികം ചെയ്ത് അവരെ വശം ചെയ്ത് വെക്കുക എന്ന് പറയുന്ന രീതിയിൽ. അതായത് അവൻ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല, ചരട് കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ നിന്നുള്ള മട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ആണായാലും പെണ്ണായാലും കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ലൈഫ് ജീവിക്കാൻ അവർ സമ്മതിക്കണം. ഫ്രീ ആയിട്ട് അവർ ജീവിക്കട്ടെ, കാരണം നമ്മുടെ നിയന്ത്രണത്തിലല്ല അവർ ജീവിക്കേണ്ടത്. പിന്നെ അവരെല്ലാം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ ഇവിടെ കൊണ്ടുപോകാം, എൻ്റെ അടുത്തുണ്ടാകും കാശ് എന്നുള്ള നിലപാടാണ് ഈ സ്ത്രീക്ക്. അപ്പോൾ ചില സമയങ്ങളിൽ ഇവർ ഇതിൽ നിന്നൊക്കെ വിട്ടുമാറിപ്പോയി, ഈ മാന്ത്രികത്തിൻ്റെ വലയത്തിൽ നിന്ന് വിട്ടുപോയി കഴിയുമ്പോൾ അവർക്ക് ബോധം വരും. എന്തിനാണ് ഞാൻ അവർക്ക് പൈസ കൊടുക്കുന്നത്? അവർക്ക് സ്വന്തമായിട്ട് പൈസ ഉള്ള ആൾക്കാരാണ്, വരുമാനമുള്ള ആൾക്കാരാണ്, ഞാൻ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് തോന്നൽ വരും. അപ്പോൾ ഇവർ പൈസ കൊടുക്കാതിരിക്കും, ഉടനെ വീണ്ടും മാന്ത്രികം ചെയ്യും. അതായത് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കാന്ന് പറയില്ല, അതുപോലെ. അപ്പോൾ ഈ മാന്ത്രികർമ്മം ചെയ്യുമ്പോൾ വാസ്തവം പറഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നാറുണ്ട്. കാരണം ഈ ആളുകളുടെ ശരീരം ഉണ്ടല്ലോ, അതായത് ഈ ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേ ഇപ്പം അതുപോലെ കൈവിഷം വീട്ടിൽ വന്നാൽ അപ്പോൾ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. ഈ കൈവിഷം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇങ്ങനെ വല്ലാണ്ടൊരു ബ്ലാക്ക് ഷെയ്ഡ്, ഒരു കറുപ്പ് രാശി ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ കറുത്ത പാടുകൾ ഇങ്ങനെ വരും. കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് രാശി വരും, ഈ ഫേസ് ഇങ്ങനെ കറക്കും. അതേപോലെ തന്നെ ബോഡിയിലും ഉണ്ടാവും അതുപോലെ പല ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആക്ച്വലി കുറച്ച് നിറമുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ കുറേ കറുത്ത് ഒരു കരിവാളിപ്പ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലുണ്ടാവും. ഈ കൈവിഷം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ, ബ്ലാക്ക് മാജിക്ക് വന്നാലും ഉണ്ടാവട്ടെ പറയുന്നത്, പക്ഷേ കൈവിഷത്തിനാണ് കൂടുതൽ ഈ ബ്ലാക്ക് കളർ വരിക. പിന്നെ അവർക്ക് എപ്പോഴും ഗ്യാസ്ട്രിക് പ്രോബ്ലം ആയിരിക്കുള്ളൂ, ഗ്യാസിൻ്റെ പ്രശ്നം വിട്ടുമാറത്തില്ല. വയറെപ്പോഴും ഇങ്ങനെ ഇളകി പറഞ്ഞുകൊണ്ടിരിക്കും, നെക്ക് പെയിൻ, അതേപോലെയുള്ള സംഭവങ്ങൾ. പിന്നെ ഡോക്ടർമാരായതുകൊണ്ട് അവരുടേതായ മരുന്നുകളും കാര്യങ്ങളും കഴിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് സയൻറ്റിഫിക്കായിട്ട് മാത്രമായിരിക്കും ചിന്തിക്കുക. ഇത്തരം കാര്യങ്ങളൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം സയൻസ് പഠിച്ച ആൾക്കാരുടെ കുഴപ്പമില്ല. ഈ ഗൂഢശാസ്ത്രം, നമ്മളുടെ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സയൻസുകൾക്കും മുകളിലുള്ള ശാസ്ത്രമാണ്. ഇപ്പോൾ മനുഷ്യൻ കണ്ടുപിടിച്ചേക്കണ ശാസ്ത്രങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇത് കണ്ടുപിടിക്കാത്തതാണ്, അതിൻ്റെ മുകളിലുള്ളതാണ്. അപ്പോൾ ഇതിനെ പുച്ഛിക്കുന്ന ആൾക്കാർ അതൊന്നും മനസ്സിലാക്കുക. കാരണം എപ്പോഴും പുച്ഛങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. നമുക്കെന്നല്ല, ഈ ഫീൽഡിൽ നിന്ന് എല്ലാവരെയും പുച്ഛിക്കാറുണ്ട്. പുച്ഛിക്കുന്നതിന് പല കാര്യങ്ങളുണ്ട്. അതായത് ഈ തെറ്റായ നോളജ് കൊടുക്കുന്ന ആൾക്കാർ വല്ലതും ഉണ്ട് നമ്മുടെ ഇടയിൽ. സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാർ, കൃത്യമായ ആളുകളെ മിസ്ഗൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അവരുടെ അറിവാണ് ശരിയെന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ടായിരിക്കാം ആൾക്കാർ പുച്ഛിക്കുന്നത് കേട്ടോ. എനിവേ, ആദ്യകാലങ്ങളിലൊക്കെ എൻ്റെ ഇവിടെ വന്നിട്ട് ആൾക്കാർ പുച്ഛിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ജെന്യുവിനാണെന്ന് മനസ്സിലായപ്പോൾ പുച്ഛങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. വളരെ അപൂർവമായിട്ട് മാത്രം ആൾക്കാർ പുച്ഛം കാണിക്കാറുള്ളൂ. എന്തായാലും സന്തോഷമുണ്ട് കാര്യത്തിൽ കേട്ടോ. വളരെ അപൂർവമായിട്ട് ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയുള്ള കമൻറ്റ് ഇടാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അത് മൈൻഡ് ചെയ്യാറില്ല. ഓരോരുത്തരുടെ നിലവാരം അവൻ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. ആദ്യമൊക്കെ ഞാനിങ്ങനെ കാണുമ്പോൾ എനിക്ക് അയ്യോ ഇവനെന്താ ഇങ്ങനെ പറയണത്, നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളല്ലേ, പിന്നെ എന്താണ് എൻ്റെ ഇങ്ങനെ മോശക്കാരനാക്കണത്, എൻ്റെ പുച്ഛിക്കണം എന്തിനാണെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഇല്ല, എനിക്കത് മനസ്സിലായി എന്തുകൊണ്ടാണ് അവൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തള്ളമാർ ഇതേപോലെ പൈസ അപ്പോൾ കിട്ടണില്ലെങ്കിൽ ഉടനെ തന്നെ പോകും, ഉടനെ തന്നെ ഒരു ബ്ലാക്ക് മാജിക്കാണ് കൊടുക്കുകയാണ്. ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ പൈസ വീട്ടിൽ വരും.
കാരണം അവൻ തോന്നുന്നുണ്ട് പൈസ കൊടുക്കാനായിട്ട്. അപ്പോൾ അവൻ വേറെ എന്തെങ്കിലും വല്ല പ്ലാനൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇരിക്കുകയുള്ളൂ. അപ്പോഴാണ് വീട്ടിൽ നിന്ന് ഒരു നീ കാശ് തന്നിട്ടില്ല, വേഗം മര്യാദയ്ക്ക് കാശ് അയക്കുമെന്ന് പറയും. ഇവൻ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴേക്കും ഉടനെ തന്നെ കൊടുക്കും മരുന്ന്. അപ്പം തന്നെ കാശ് ഇവിടെ വീട്ടിൽ വരും. കാരണം അവന് സ്വസ്ഥത ഉണ്ടാവില്ല, അവരിങ്ങനെ ഉരുകും, ഇങ്ങനെ കിടന്ന് വെപ്രാളം കാണിച്ചുകൊണ്ടിരിക്കും. ഈ കാശങ്ങടെ അയച്ചാണ്ടല്ല വെപ്രാളം മാറി. ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുന്ന പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നിരവധി ആൾക്കാരുണ്ട്. ഞാൻ ഇന്നാൾ ഒരാളോട് സംസാരിച്ചപ്പോൾ അയാൾ ചോദിച്ചു, സാറേ ഈ പറയണ പോലെ മാന്ത്രികന്മാരൊക്കെ നമ്മുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടില്ല സാറേ, അത് മാന്ത്രികനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാന്ത്രികന്മാർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേഷമൊക്കെ ധരിച്ചിട്ട് മാന്ത്രികനാണെന്ന് എഴുതിയ ബോർഡും വെച്ചിട്ട് നടക്കുന്ന ആൾക്കാരല്ല. നല്ല സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നടന്നിട്ടാണ് മാന്ത്രികന്മാരെപ്പോൾ ഉള്ളത്. അല്ലാണ്ട് അത് വൻ സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവരുടെ കയ്യിൽ പൈസയാണ് ഇഷ്ടം പോലെ, അവർക്ക് ഹൈടെക് ബെൻസ് കാറിലേക്ക് നടക്കുന്നത്. പക്ഷെ അവൻ്റെ പണി വീട്ടിൽ പോയാൽ അവൻ്റെ മുറിയിൽ പോയിരുന്ന ഇങ്ങനത്തെ പണിയൊക്കെ അവൻ ചെയ്യുക, പുറത്തേക്ക് കാണിക്കുകയില്ല അവർ. അതാണ്. അങ്ങനെ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് പറയാനായിട്ട്. പക്ഷെ ഞാൻ കൂടുതൽ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളെ പറ്റി കൂടുതൽ ഇങ്ങനെയുള്ള ഒരു എന്താണ് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പറയണ്ടല്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ പറയാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കഥയല്ല, എനിക്ക് വളരെ അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഇതിപ്പോൾ ഒരു അങ്ങനെ ചെയ്യുന്ന ഒരാൾ കേട്ടാൽ ഒരാളെങ്കിലോ എന്ന് മാറിപ്പോയാൽ അത് അത്രയും വലിയ സന്തോഷം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണിത് പറയണത്. അപ്പോൾ നിങ്ങൾ ഒരു അമ്മ ആയിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ കർമ്മങ്ങളുടെ ദുരിതം എന്താണ്, ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണില്ല. നിങ്ങൾ കർമ്മ ക്രിയേറ്റ് ചെയ്യണം. ഒരു കർമ്മയൊന്നുമല്ല ക്രിയേറ്റ് ചെയ്യണത്. നിരവധി പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ നിരവധി കർമാസാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ ലൈഫിൽ നിങ്ങൾ സുഖമായിട്ട് ജീവിക്കും, സംശയമൊന്നും വേണ്ട. അടുത്ത ജന്മത്തിലൂടെ നിങ്ങൾ കടക്കുമ്പോൾ അപ്പം നിങ്ങൾ നരകിച്ച് ചാവും. ഈ വാക്ക് ശരിയല്ല, എന്താ പറയുക, ഇങ്ങനെ പൊതുവായ ഒരു മീഡിയയിൽ വന്നിട്ട് പറയാൻ പറ്റുന്ന വാക്കല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ഇത് നിങ്ങൾ കേൾക്കണം, ഈ വാക്ക്. അതാണ് അതിനുള്ള മരുന്ന് അതാണ്. കാരണം ഇത് നിങ്ങൾ നിർത്തിക്കോ വേണം. കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ കർമ്മ ഉണ്ടാക്കിയിട്ട് ഈ നിങ്ങളുടെ മക്കളുടെ ഭാവി, അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ വലിയൊരു കർമ്മയാണ് ഉണ്ടാക്കുന്നത്. അടുത്ത ജന്മത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ജന്മങ്ങളിൽ ചിലപ്പോൾ ഇതിൻ്റെ ദുരിതങ്ങൾ നിങ്ങൾ വളരെ മോശമായ രീതിയിൽ ജീവിക്കേണ്ടി വരും. അത് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായ ആ ഒരു ലാഭത്തിന് വേണ്ടി, താൽക്കാലികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എല്ലാവർക്കും ഇതൊരു തിരിച്ചറിവാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.